ഹായ്, ഇത് പഴനി യാത്ര പോയ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസം മുൻപ് എടുത്തായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു പോയത്. അപ്പോൾ അതെനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ കുറച്ച് സമയം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനേട്ടനും ഹരിക്കുട്ടനും മുന്നിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നേരം വൈകി എന്ന് പറഞ്ഞ് ഓടുകയാണ്. ഞങ്ങളും ബാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും ചിന്നും. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ബസ്സിൽ കയറി. എല്ലാവരും ഉണ്ട്. അപ്പോൾ സുന്ദരനും മിനിയും പിന്നെ ഏട്ടനും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് യാത്ര പോണത്. അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ബസ്സിൽ എല്ലാവരും കൂടി പോകുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്രിപ്പ് ഇങ്ങനെ അമ്പലങ്ങളിലേക്കൊക്കെയുള്ള ട്രിപ്പ് പോകുന്നുണ്ടാകും. മുൻപ് ഞങ്ങൾ ആദിയോഗി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങളിപ്പോൾ പഴനിക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി കുറേ സമയം ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. രാവിലെ വരെ ഞങ്ങളൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ അനിയറിന് അധികം ഉറങ്ങിയിട്ടില്ല. ഞാനും മക്കളും നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ഉറങ്ങി എണീറ്റ സമയത്തുണ്ടല്ലോ, നല്ല പൊള്ളാച്ചി, ഏകദേശം പൊള്ളാച്ചിയുടെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല ഭംഗിയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ പൊള്ളാച്ചി ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണ്. ഞങ്ങളങ്ങനെ അവിടുന്ന് കഴിഞ്ഞിട്ടൊരു ഒഴിഞ്ഞ ഭാഗത്ത് ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ചായ കുടി കഴിഞ്ഞ് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ ഇവരൊക്കെ പറ്റുള്ളൂ. ഇതൊക്കെ കൂട്ടുകാരിയൊക്കെയാണ് കേട്ടോ. എൻ്റെ അഞ്ചു എന്നാണ് അവളുടെ പേര്. അപ്പോൾ അഞ്ചു, വിനേട്ടൻ, അങ്ങനെ സുചി ചേച്ചി, അമ്പിളി ചേച്ചി, അങ്ങനെ എല്ലാവരും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ചായ കുടിക്കണം. ഇവർ ലാസ്റ്റാണ് ചായ കുടിക്കണത്. അപ്പോൾ അതെനിക്ക് എടുക്കാൻ പറ്റി. ഞങ്ങളത് എന്തായാലും പറ്റിയില്ലല്ലോ. അപ്പോൾ ഇവർ ഞങ്ങളോട് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എടുക്കാം കേട്ടോ ഇവരെ. അവർ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അതിനിടയിൽ അനിയേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. അനിയേട്ടൻ എന്നോട് ചോദിക്കുന്നുണ്ട് വീഡിയോ എടുത്തിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. ഞാനും അനിയേട്ടനും ചിന്നും ഹരിക്കുട്ടനും ഞങ്ങൾ ഒരു സീറ്റിലായിരുന്നു. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നതായിരുന്നു കേട്ടോ. ഹരിക്കുട്ടനെ കുറച്ച് സ്പേസ് കൊടുത്തിട്ട് ബാക്കി എല്ലാവരും കൂടി. അപ്പോൾ ചിന്നും ചേച്ചിയുടെ ഫോണൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ കാണുകയാണ് കേട്ടോ ഓരോന്ന്. ഹരിക്കുട്ടനാണെങ്കിൽ പുറത്തെ കാഴ്ചകളിലാണ്. അവന് കൂടുതലും ബസ് കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ യാത്രകളിൽ അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും നല്ല നല്ല ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടോ. അത് നല്ല, എനിക്കെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനേക്കാളും ഭംഗിയായിട്ടാണ്. കാരണം തെങ്ങൊക്കെ അവർ കൃഷി ചെയ്തുണ്ടാക്കിയാണല്ലോ, തെങ്ങിൻ തോട്ടങ്ങളും അതിനിടയിൽ ഓരോ കാറ്റാടിയൊക്കെ കൂടുതൽ നമുക്ക് ട്രെയിനിൽ പോകുമ്പോഴാണ് കൂടുതൽ കാണാം. അപ്പോൾ ഈ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് അത്ര തന്നെ ആ ഭാഗത്തിലൂടെ അല്ല എന്ന് തോന്നുന്നു. കുറച്ച് ദൂരത്തേക്കായിട്ടാണ് നമുക്കിത് കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാനും എടുത്തു, ചിന്നും എടുത്തു കേട്ടോ. എനിക്ക് ചിന്നും എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോരുന്ന സമയത്താണ്, പിന്നെ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനിടും. നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യാം കേട്ടോ.